ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ. വയനാട് ദുരന്തത്തിന് മുമ്പ് നിറകണ്ണുകളോടെ പ്രാർത്ഥനകളോടെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ കൂടപ്പിറപ്പ്. അതെ, അർജുൻ എന്ന മകൻ, അർജുൻ എന്ന ജ്യേഷ്ഠൻ, അർജുൻ എന്ന ഭർത്താവ്, അർജുൻ എന്ന അച്ഛൻ, അർജുൻ എന്ന സുഹൃത്ത്. അന്ന് അർജുനെ വെച്ച് റീച്ച് ഉണ്ടാക്കിയ ന്യൂസ് ചാനലുകളിൽ ഒന്നും തന്നെ ഇന്ന് അർജുന്റെ പേരുച്ചരിക്കുന്നില്ല. കുത്തിയൊലിച്ചെത്തിയ മൺകൂനകളെല്ലാം ചെത്തിമാറ്റി. വണ്ടികൾ ഓടിത്തുടങ്ങി. ശക്തമായി പെയ്ത മഴ പോയി മറഞ്ഞു. കലിതുള്ളി ഒഴുകിയ ഗംഗാവലി പുഴയും ശമിച്ചു. ആഴം കുറഞ്ഞു തുടങ്ങി. അതുവഴി പോകുന്ന ലോറി ഉടമകൾക്കും തൊഴിലാളികൾക്കും നഷ്ടമായത് പുഴയരികിലെ ആ ഒരു കുടുംബവും ഹോട്ടലും. പിന്നെ അർജുൻ എവിടെ എന്നുള്ള ചോദ്യവും. ഉത്തരം നൽകാൻ കൂട്ടാക്കാതെ ഒരു സർക്കാരും. അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിട്ടും തിരച്ചിൽ തുടരാൻ കഴിയാതെ ഈശ്വർ മാൽപ്പയും സംഘവും. കർണാടക സർക്കാരിന്റെ പ്രതികരണത്തിൽ തോറ്റുപോയെന്ന് ലോറി ഉടമ മനാഫ്. ഇടിഞ്ഞു വീണ മൺകൂനിക്കുള്ളിൽ ഒരു മനുഷ്യജീവൻ കുടുങ്ങി മണിക്കൂറുകൾക്ക് ശേഷവും രക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് ഓടി വന്ന വ്യക്തിയെ വകവെക്കാതെ റീൽസ് തോണ്ടിക്കൊണ്ടിരുന്ന പോലീസ്. കേരള ജനങ്ങൾ ഏറ്റെടുത്തു, കേരള സർക്കാർ ഏറ്റെടുത്തു. ഒടുവിൽ നിർത്താതെ വന്ന ഫോൺ കോളുകൾ കണ്ട് അകപ്പെട്ടത് പിടിപാടുള്ളവനാണോ എന്ന് ചോദിച്ച പോലീസ്. എങ്കിൽ പറയണം സാർ, എന്തേ പിടിപാടുള്ളവരുടെ ജീവന് മാത്രമേ വിലയുള്ളൂ? പാവങ്ങളുടെ ജീവൻ ഒരു വിലയും നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ അതുവഴി പോകുന്നവരാണോ? എങ്കിൽ ഒരു നിമിഷമെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ അർജുനുള്ള സ്ഥലമാണ്. നമ്മുടെ പ്രാർത്ഥനയെങ്കിലും അവനോടൊപ്പം ഉണ്ടാകട്ടെ. കുടുംബത്തിന്റെ അന്നത്തിനായി രാത്രിയെ പകലാക്കി വളയത്തെ കൂട്ടുപിടിച്ചവനാണ്. ആരും മറക്കരുത്.